കിട്ടിയതാണ്. നാളെ പരലോകത്ത് അല്ലാഹുവിനോട് എന്നെ പറ്റി ഒന്നും മിണ്ടരുത് കുഞ്ഞ്, പൊറുക്കണം മോന്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞെങ്കിൽ അവർ കടന്ന സ്വർഗത്തിലല്ലേ നമ്മൾ കിടക്കേണ്ടത്? അവർ കണ്ട അല്ലാഹുവിനെയല്ലേ ഞങ്ങളെ കാണേണ്ടത്? അവർ ആഗ്രഹിച്ച പരലോകത്തിന്റെ മോക്ഷമല്ലേ നമുക്കും വേണ്ടത്? എന്നാൽ അവരെ പോലെ ആകണം ഞങ്ങൾ, അവരെ പോലെ ആവണം. അവരെ ജീവിതം നമ്മൾ കടമെടുക്കണം. അവർ നമുക്ക് റോൾ മോഡലാണ്, അവർ നമുക്ക് മാതൃകയാണ്. ബീവി മറിയമ്മ മാതൃകയാണ്, ബീവി ആയിഷ മാതൃകയാണ്. ലോകത്തുള്ള ആണുപെണ്ണുങ്ങൾക്ക് എല്ലാ വിശ്വാസികൾക്കും മാതൃകയാണ്, റോൾ മോഡലാണ്, മാതൃകയാണ്, വഴി പിന്നെ മാർഗദർശികളാണ്, എല്ലാം കൊണ്ടും പിന്തുടരപ്പെടേണ്ട ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടല്ല പരിചയപ്പെടുത്തിയത് രണ്ട് പെണ്ണുങ്ങള്. ഏത് പെണ്ണുങ്ങ? ഏത് പെണ്ണ്? ഞമ്മളെ ഇത്താന്റെ മോമറിയല്ല, ബീവി ആസിയ, ബീവി മറിയാമ. ളറബല്ലാഹു മസലൽ ലില്ലദീന ആമനൂ ഇംറഅത ഫിർഔൻ മറിയാമ. അതിന്റെ പുറണ്ട് ആയത്തില് രണ്ട് പെണ്ണുങ്ങളെ എടുത്ത് കാണിച്ചിട്ട്, ഉദാഹരിച്ചിട്ട്, എടുത്ത് കാണിച്ചിട്ട് അല്ലാഹ് പറയുകയാണ്, മുഅ്മിനായ മനുഷ്യ, മുഅ്മിനത്തായ പെണ്ണ്, നിനക്ക് നിന്റെ ജീവിതം ചിട്ടപ്പെടുത്തണോ, അല്ലാഹ്ക്ക് വേണ്ടിയിട്ടുള്ള ജീവിതമാക്കണോ? എന്നാൽ ബീവി ആസിയാനെ റോൾ മോഡൽ ആക്കിക്കോ, ബീവി മറിയമാനെ സ്വീകരിച്ചോ. എത്ര നല്ല ഈമാനിന്റെ ഉടമകളാ, എത്ര നല്ല ഈമാനിന്റെ ഉടമകളാ ബീവി ആസിയ റളിയല്ലാഹു അൻഹാ. വളരെ വളരെ വേദനാജനകമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ട്, അതും സ്വന്തം ഭർത്താവിന്റെ കരങ്ങളാൽ, അക്രമിയായ തമ്മാടിയായ ക്രൂരിയായ ഫിർഔനിന്റെ കരങ്ങളാൽ. ഫിർഔന് ബീവിയുടെ ഭർത്താവായിരുന്നുവല്ലോ, അല്ലേ അല്ലേ അല്ലേ? നിങ്ങൾ അങ്ങോട്ട് നോക്കും, ഞാൻ നിങ്ങളോട് കേൾക്കുന്നു, നിങ്ങൾ അങ്ങ് നോക്കും, ഞാൻ നിങ്ങളോട് കേൾക്കുന്നു. നിങ്ങൾ എന്നോട് പറയണോ? ഇത് കേട്ടിട്ട് പോകാൻ ഇത് പാട്ടൊന്നും അല്ല. ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങളെ കൽബിൽ പോകണം, നിങ്ങൾ കേൾക്കണം, നിങ്ങളെ കൽബിൽ പോകണം, ഞങ്ങൾക്ക് ജവാബ് ചെല്ലുകയും പോകണം. നാളെ ആരെങ്കിലും കേട്ടെങ്കും കേട്ടില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ചൊല്ലി കൊടുക്കുകയും പോകണം. ഇത് ഈ കാതിൽ കേട്ടിട്ട് ഈ കാതിൽ വിടാൻ ഇത് പാട്ടൊന്നുമല്ല. അള്ളാഹു ഞങ്ങളെ മജ്‌ലിസ് കബൂൽ ചെയ്യട്ടെ. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അല്ലാഹു ഉപകാരപ്പെടുത്തട്ടെ. സ്വന്തം ഭർത്താവ് അക്രമിയായിരുന്നു, തെമ്മാടിയായിരുന്നു, ഈമാനില്ലാത്തയാളായിരുന്നു, അല്ലെ ഫിർഔൻ? കാലം കണ്ട ഏറ്റവും വലിയ അക്രമിയാണ്. അവന്റെ ഭീകരമായ ആക്രമണവും പീഡനവും മർദ്ദനങ്ങളും എല്ലാം ഏറ്റ് ബീവി ആസിയ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ ചൂടാക്കപ്പെട്ട ഇരുമ്പിന്റെ ദണ്ടുകളെ കൊണ്ട് ബീവി ആസിയ റളിയല്ലാഹു അൻഹയുടെ ഗുഹ്യ ഭാഗത്തേക്ക് ചുട്ടുപടുത്ത ഇരുമ്പിന്റെ ദണ്ടുകൾ അങ്ങ് ചൂടാക്കിയിട്ട് കയറ്റി. ആ സമയത്തെല്ലാം ബീബി പറഞ്ഞത്, നിന്നെ വിട്ടിട്ട് വേറെ ആരും എനിക്ക് വലിയവരല്ല. ഭർത്താവെന്ന നിലക്ക് വിരിശമുണ്ട്, ഭർത്താവെന്ന നിലക്ക് വഴിപ്പെടേണ്ടയാളുമാണ്. പക്ഷേ നിന്റെ ഈമാന് തെറ്റിപ്പോകുന്ന നിലക്കുള്ള ഉപദേശം അതാര് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കില്ല. അല്ലാഹു പൊറുക്കപ്പെടാത്ത കാര്യം ആര് പറഞ്ഞാലും അവിടെ വഴിപ്പെടേണ്ടതില്ല. ഉമ്മയായാലും ബാപ്പയായാലും ബാപ്പിളയായാലും ഭാര്യയായാലും ബാക്കി എല്ലാത്തിലും വഴിപ്പെടണം. ഏതുവരെ? സുന്നത്ത് ഫർള് നിസ്കാരമല്ല, സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് ഉമ്മ വന്നിട്ട് വിളിച്ചെങ്കില് സുന്നത്ത് നിസ്കരിക്കുന്നത് ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾ. അന്നേരത്ത് ഉമ്മ വന്നിട്ട് വിളിക്കുന്നു. ഉമ്മ വിളിക്കുന്ന നേരത്ത് ഉമ്മാക്ക് ഞാൻ ജവാബ് കൊടുത്തില്ലെങ്കിൽ, ഉമ്മാന്റെ വിളി കേട്ടില്ലെങ്കിൽ ഉമ്മാന്റെ മനസ്സ് നൊമ്പലാവും, ഉമ്മാന്റെ മനസ്സ് വേദനിച്ചു പോകുമെന്ന ഉറപ്പുണ്ടെങ്കിൽ അവിടെ സുന്നത്ത് നിസ്കാരത്തിൽ നിന്ന് കൈ കീച്ചിട്ട് ഉമ്മാക്ക് ജവാബ് കൊടുക്കണമെന്നാണ് തുഫയില്. നിസ്കാരം പോയി, നിസ്കാരം ബാത്തിലായി, ബൈക്ക് വേണം വേറെ നിസ്കരിച്ചോളൂ. പക്ഷെ അങ്ങനെയാണ് ഫർളല്ല. യാറണക്കറിയില്ല, ഉസ്താദുമാരുണ്ട്, ബഹുമാനപ്പെട്ട താരും അവരെല്ലാം കേട്ടോളി. ചെല്ലിയത് എന്തെങ്കിലും അഭിപ്രായെങ്കിലും നാളെ എന്നെ തിരിച്ചിട്ട് തന്നോളെ. നിങ്ങൾ ക്ലിപ്പാക്കിയിട്ട് ഗുലുമാലാക്കിയിരണ്ട, അല്ലെങ്കിൽ 150 സീറ്റിൽ ഫുള്ള് പൊന്തിക്കൊണ്ടേ കൊണ്ടുകൂടെ. അതിൻ്റെ ഇടയിൽ ഇനിയും ക്ലിപ്പാക്കിയിട്ട് പൊന്തിച്ചിരണ്ട. വലിയ വലിയ ഉസ്താദുമാരെല്ലാം ഉണ്ട്. അത്ര കണ്ട്
അവരെ വഴിപ്പെടേണ്ടവരാണ്. ആര്? ഉമ്മ, ബാപ്പ, ഭർത്താവൊക്കെ. ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ ആരാ? ഒരു ആണുമോനെ സംബന്ധിച്ചിടത്തോളം ഞാനും നിങ്ങളൊക്കെ ആണാണല്ലോ, അല്ലേ അല്ലേ? നിങ്ങൾ എന്ത് മുണ്ടുന്നതിൽ ഈലും ഡൗട്ട് ഉണ്ടാകും. ഞങ്ങൾ ആണുങ്ങളാണ്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനനം മുതൽ അയാളിന് ഏത് പ്രായമായിട്ട് മരിക്കുന്നെങ്കിലും, 80 സെഞ്ചുറി അടിച്ചിട്ട് 110ാമത്തെ വയസ്സിൽ മരിക്കുന്നെങ്കിലും അയാൾക്കുള്ള ഒന്നാമത്തെ കടമ, ബാധ്യത, ഹക്ക് ഉമ്മയോട്, ബാപ്പയോട്, കെട്ടിയോളും കുട്ടിയോളും എല്ലാം. പിന്നെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. മംഗലം കഴിയുന്നത് വരെ, പ്രായാവുന്നത് വരെ, മംഗലം കഴിയുന്നത് വരെ ഉമ്മ ബാപ്പയാണ് അവൾക്ക് ഒന്നാമത്. കല്യാണം കഴിക്കുന്നതിന്റെ ശേഷം ഒരു ഭർത്താവിന് കല്യാണം കഴിക്കപ്പെട്ടതിന്റെ ശേഷം പിന്നെ ഭർത്താവാണ് ഒന്നാമത്, ഉമ്മ ബാപ്പ. പിന്നെ ഉമ്മ ബാപ്പാനെ കാണണമെങ്കിൽ പോലും ആ ഭർത്താവിന്റെ സമ്മതം വേണമെന്നാണ്. ഉസ്താദെ, അയാൾ വിട്ടില്ലെങ്കിൽ പോണ്ടെന്ന് തന്നെയാണ് മസാല. പക്ഷെ അങ്ങനത്തെ ആ കാട്ടുകന്നാല് മാപ്പിള്ള കെട്ടിക്കുമെന്നെ കുറച്ച് ജാഗ്രത ആക്കിയെങ്കിൽ നല്ലേ. ആ കീർത്തില്ലാത്തവും കണ്ണിൽ ചോരില്ലാത്തവും ഉമ്മ നീ കെട്ടിട്ടാകുമ്പോ ഓക്ക് ഉമ്മന്നല്ലേ, നീ കെട്ടിയെന്താക്കണോ? എന്നെ വിട്ടിട്ടില്ല, നിന്നെ വിട്ടിട്ടില്ല എന്നത് ശരി തന്നെയാണ്, അല്ലാന്ന് പറയുന്നില്ല. അപ്പൊ നിങ്ങൾ കുറച്ച് ജാഗ്രത ആക്കിയെങ്കിലായി. അതിന് വേറൊന്നും ചെല്ലാനില്ല, അല്ലെ? വേറൊന്നും ചെല്ലാനില്ല. നന്നും ചെല്ലാൻ അറിയൂല്ല. ഓരോ കേട്ടോളി. അള്ളാഹു ഞങ്ങളെ ഇൽമിൽ സിയാദത്തും ബർക്കത്തും നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞെന്താ, അത്ര കണ്ട് വഴിപ്പെടേണ്ടവരാണവർ. ആരെ? ഉമ്മ, ബാപ്പ, ഭർത്താവ്. പക്ഷെ അവിടൊക്കെ വഴിപ്പെടണമെങ്കിൽ അള്ളാഹ്ക്ക് എതിരാകാത്ത വിഷയമാകണോ. നിന്റെ മാപ്പിള പറയുന്നു നിന്നോട്, നീ എന്റെ വിരിശത്തിന്റെ ഗനിയാണ്. നിന്റെ ഭർത്താവ് നിന്നോട് പറയുന്നു, നീ എന്റെ കരളാണ്, കുളിരാണ്, എല്ലാമാണ്. ഞങ്ങൾക്ക് നാളെ ഒന്ന് ഔട്ടിങ് പോണോ, ഞങ്ങൾക്കൊന്ന് വിരുന്നിന് പോണോ. അങ്ങനെ നീ എന്റെ കൂടെ വരുമ്പോ നീ കണ്ണ് മൂടണ്ട, ഹിജാബ് വേണ്ട, നിക്കാബ് വേണ്ട. ആടെ ഒരു കൂട്ടം ചൊല്ലിക്കൊണ്ടുണ്ടല്ല, അവന് പോട്, ഇത് ഓനെ ചെന്ന് ഇട, ഹിജാബ് വേണ്ട. നമ്മളെ ബേജാറ് ഓൻ ചെല്ലിയല്ലേ, ഓൻ ചെല്ലിയാൽ ഇവിടെ ഒരുത്ത ഇടനയിൽ കൊണ്ട് പല്ലുള്ളി. നീ ഈനെല്ലാം ഇട്ടിട്ട് മൂടിയിട്ട് വരണ്ട. നീ എല്ലാരും കാണണം. എന്റെ ഫ്രണ്ട്സ് നിന്റെ ഫ്രണ്ട്സ് എല്ലാം കാണണം. ഇതെന്താ അയക്കൂറിന്റെ ഫീസ? ഇത് നീ മാത്രം കാണേണ്ടതാണത്, നിന്റെ സ്വകാര്യ സ്വത്താണത്. പെണ്ണ് മുഴുവനും അവറത്താണ്. പെണ്ണിന്റെ ശബ്ദം പോലെ ഔറത്താണ്. അതാണ് എല്ലാ ആണുങ്ങൾക്ക് പിന്നെ നിസ്കാരത്തിന് ബാങ്ക് ഇക്കാമത്തും വേണം ചെല്ലിയാടെ. പെണ്ണിന് ഇക്കാമത്ത് മാത്രം മതി എന്ന് പറഞ്ഞു, ബാങ്ക് വേണ്ട. എന്തറിയോ? അല്ല അതാനോ അല്ലേ അല്ലാൻ. ബാങ്കും ചെല്ലെങ്കിൽ കുറച്ച് സൗണ്ട് എടുത്തിട്ട് ചെല്ലേണ്ട വിഷയമാണ്. പെണ്ണങ്ങനെ സൗണ്ട് എടുക്കാൻ കഴിയല. പെണ്ണിന്റെ സൗണ്ടും സൂക്ഷിക്കേണ്ടതാണ്. അത് പെണ്ണിനെ ആ ഇസ്സത്ത് കാത്തതാണ്, അല്ലാണ്ട് പെണ്ണിനെ മോശാക്കിയതല്ല. പെണ്ണെന്ന് പറഞ്ഞാൽ അതൊരു പരിശുദ്ധമായ ഒരു സാധനമാണ്. അതങ്ങനെ കണ്ടോറും പിടിച്ചോറെല്ലാം ഒരു തോണ്ടാനും മാന്താനും ഉള്ളതല്ല. അവന് സൗണ്ട് കേട്ടിട്ടാ വേറൊന്നും കേട്ടിട്ട് ആരെങ്കിലും ആക്കിയിരുന്ന അത്ര കണ്ടല്ലോളെ കാത്ത്, അത്ര കണ്ട് കാത്ത് ഇരിക്കട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം. മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹാ, അല്ലാഹ് ഇഷ്ടപ്പെടാത്ത വിഷയത്തിൽ ഭർത്താവിന് അനുസരിച്ചില്ല. അവൻ പറഞ്ഞു, എന്നെ വഴിപ്പെടണമെന്ന്, അള്ളാനെ ഒഴിവാക്കണമെന്ന്, തൗഹീദിൽ നിന്ന് മാറണമെന്ന്, മൂസാ നബിയെ മറക്കണമെന്ന്, ഷഹാദത്തിന്റെ കലിമ ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോ ആസിയ ബീവി കേട്ടില്ല. വഴിപ്പെടാത്തത് കൊണ്ട്, അനുസരിക്കാത്തത് കൊണ്ട് തന്നെ അവനതാ ഭീകരമായ നിലക്ക് മർദ്ദിക്കുകയാണ്. തന്റെ ഭാര്യനെ ആസിയാനെ ഭീകരമായ നിലക്ക് ഉപദ്രവിക്കുന്നു. ഏതുവരെ അറിയുമോ? ഇരുമ്പിന്റെ കമ്പി ചൂടാക്കിയിട്ട് മഹദിയുടെ രഹസ്യഭാഗത്തേക്ക് കയറ്റുകയാണ്. വേദന കൊണ്ട് പെടപെടക്കണ നേരം അല്ലാഹുവിനോട് പറയുകയാണ്, മരണം മുഖാമുഖം കാണുന്ന നേരം, മരണമാലാകെ കാണുന്ന നേരം, അവസാന ശ്വാസം വലിക്കാൻ വേണ്ടി പോകുന്ന നേരം, വേദന കൊണ്ട് പൊളയുന്ന നേരം ബീവി ആസിയ റളിയല്ലാഹു അൻഹ അല്ലാഹുവിനോട് പറയുകയാണ്, ഭൗതികമായ സുഖങ്ങളും കൊട്ടാരങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഞാനിതാ നിനക്ക് വേണ്ടി ഒരുങ്ങിയവളാണ്. ഈ വേദനകളെല്ലാം നിനക്ക് വേണ്ടി സഹിക്കുന്നവളാണ്. നാളവിടെ വന്നാൽ പരാവാരം പോലെ പരന്നു കിടക്കുന്ന, പരസഹായമില്ലാത്ത പരകോടി ജനങ്ങളുള്ള പ്രവാചകന്മാരാകുന്ന നല്ലവർ പോലും അടിപതർന്നു പോകുന്ന പരലോകത്തു എന്നെ ഒറ്റപ്പെടുത്തരുത് അല്ലാ. എല്ലാം ഉപേക്ഷിച്ചത് നിനക്ക് വേണ്ടി മാത്രമാണ്, എല്ലാം ഒഴിവാക്കിയത് നിനക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് നാദാ റബ്ബിബ്നിലി അൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ.
പഠിച്ചോന് ഇവിടെയെല്ലാം ഞാൻ ഉപേക്ഷിച്ചുവെങ്കിലും കൊട്ടാരങ്ങളും കൊത്തളങ്ങളും ആഡംബരവും സുഖവും എല്ലാം നിനക്ക് വേണ്ടി ഞാൻ ഉപേക്ഷിച്ചു. നിന്നോടുള്ള ഈമാൻ കൊണ്ട് ഉപേക്ഷിച്ചു. എന്നാലും നീ എന്നെ അവിടെയും ഉപേക്ഷിക്കരുത് അല്ലാ. അവിടെ എന്നെ നീ ഒറ്റക്കാക്കരുത് അല്ലാ. പരലോകത്ത് നീ എന്നെ കാക്കല്ലാ. റബ്ബിബ്നിലി ഇൻദക ബൈതം ഫിൽ ജന്ന. പെരിയവനെ ജന്നാത്തിൻ അരുവികൾ തഞ്ചാരത്ത് പണിതു തരോ മാണിക്യ ഹറമവും നീയാ അല്ലാഹ്. അവന് പറഞ്ഞു, വല്ലാ അവിടെ നീ എനിക്കൊരു മണിമാളിക തരണം റബ്ബേ. അവിടെ ഒരു സ്വർഗ കൊട്ടാരം നൽകണം റബ്ബേ. അവിടെ നീ എന്നെ ഒറ്റക്കാക്കരുത് അല്ലാഹ്. അല്ലാഹു തആലാന്റെ വിളിക്കുത്തരം പറഞ്ഞിട്ട് ആ മഹദി പോവുകയാണ്. ഈമാൻ വിട്ട് കളിച്ചില്ല, ഇസ്ലാം ഇട്ടെറിഞ്ഞ് ജീവിച്ചില്ല. ആ മഹദിയെ കാണിച്ചിട്ട് അല്ലാഹു ഞങ്ങളോട് പറയുകയാണ്, ലറബല്ലാഹു മസലൽ ലില്ലദീന ആമനൂ ഇംറഅത ഫിർഔൻ. ആസിയ ഉമ്മ നിങ്ങൾക്ക് മാതൃകയാണ്. അവർ ഞങ്ങൾ വഴിയടയാളമായി സ്വീകരിക്കണം. അവർ ഈ ഭൂമിയിലെ പ്രകാശമാണ്, ഈ ഭൂമിയിലെ എല്ലാമാണ്. അവരെ സ്വീകരിക്കണം. അവർ ജീവിച്ചതുപോലെ ജീവിക്കാൻ നോക്കണം. അതോടൊപ്പം മഹബത്ത് വെക്കുകയും വേണം. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നല്ലൊരു മജ്ലിസ്, അൽഹംദുലില്ലാഹ്, നല്ല ഒരു അച്ചടക്കത്തിലുള്ള ഒരു മജ്ലിസ്, ഒരു ആത്മീയത തുളുമ്പുന്ന മജ്ലിസ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അമലുകളൊന്നുമില്ലാത്ത നമ്മളിൽ നിന്ന് നാളെ ആഖിറവും ദുനിയാവും രക്ഷപ്പെടാനുള്ള വലിയൊരു അമലായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. എൻ്റെ ഈ പ്രഭാഷണത്തിന് ശേഷം ഞാൻ കുറേ നേരം നീട്ടുന്നില്ല. ഇങ്ങനെ നീട്ടണമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മളേവരും ആദരിക്കുന്ന പ്രഗത്ഭ, ഞാൻ ഇരുന്ന് മുഖസ്തുതി പറയുകയല്ല, അതവർ ഇഷ്ടപ്പെടൂല്ല. എന്നാലും അവരൊക്കെ വലിയവരാണ്, വലിയവരാണ്. നമുക്ക് കൂടുതൽ ആ ഒരു മുഖാമുഖമായിട്ടുള്ള ബന്ധം ഇല്ലെങ്കിലും മറ്റുള്ള എല്ലാ നിലക്കുള്ള ആ ബന്ധവും ആ ഒരു അറിവും നമുക്ക് ധാരാളം ഉണ്ട്. അല്ലാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമ്മുടെ ജില്ല കണ്ട ഏറ്റവും പ്രഗത്ഭനായ മുദരിസും പണ്ഡിതനുമാണ്, തികഞ്ഞ ആലിമാണ്. അല്ലാഹു തആല തണലും നേതൃത്വവും നമുക്ക് ഒരുപാട് കാലം അനുഭവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജില്ലാ മുഷാവർ അംഗവും കൂടിയാണ്. അവരൊക്കെ ഇൻഷാ അല്ലാഹ് മാത്രമല്ല, അവർക്ക് ദർസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളവരാണ്. നമ്മളെക്കാളേറെ ബിസിയും കാര്യമെല്ലാം ഉള്ളവരാണ്. പിന്നെ അവരെ കുറേ നേരം ഇരുത്തുന്നത് ശരിയല്ല. ഇൻഷാ അല്ലാഹ് ഞാനേതായാലും അവസാനിപ്പിക്കുന്നു. അവരുടെ ദുആയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഫضل റഹ്മാൻ ദാരിമി ഉസ്താദ്, കുറേ നേരം ദാരിമി ഉസ്താദല്ലോ ഇപ്പൊ ഓറലിരിക്കുന്ന സത്യത്തിൽ നമ്മളോടുള്ള ആ പിരിശപ്പാട് കൊണ്ട് തന്നെയാണ്, നമ്മൾ ഈ മഹല്ലത്തിനോട്, നല്ലവരായ നാട്ടുകാരായ നിങ്ങളോടുള്ള ആ ഒരു പിരിശപ്പാട് കൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദല്ലേ ഇരിക്കുന്നത്. അല്ലെങ്കിൽ അവരെല്ലാം എപ്പോഴേ പോണ്ടിയോറാണ് ഒരുപാട് സംഘടനകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ. അതോടൊപ്പം രാവിലെ മദ്രസ്, രാത്രി മദ്രസ്, ഇമാമത്ത്, പള്ളി കാര്യങ്ങളൊക്കെ. എന്നാലും ഞങ്ങളോടുള്ള ആ പിരിശപ്പാട് കാരണമാണ് അവർ ഇരിക്കുന്നത്. അല്ലാഹു തആല അവരുടെ ഇരുത്തം നമുക്ക് ഉപകാരപ്പെടുത്തട്ടെ. അവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ ഒരു ഏറിയ മഹബത്ത് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ വായിൽ അറിയാതെ വരും സലാത്ത് എന്ന് പറഞ്ഞാൽ അമുസ്ലിമായ മനുഷ്യന് പോലും അല്ലാഹു തആല എന്തെങ്കിലും ഒരു നന്മ, ഒരു അമല് ചെയ്തതിന്റെ പേരിൽ ഒരു അമുസ്ലിമിന് കൊടുക്കുന്നുവെങ്കിൽ അത് നബി തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിനായിരിക്കുമെന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അമുസ്ലിമായ ഈമാനില്ലാത്തവന്റെ അമുസ്ലിമുക്കും മുസ്ലിം ഒന്നും ചെല്ലാൻ നിൽക്കണ്ട. 110 വന്നത് കൊണ്ട് അങ്ങനെ ഞാൻ ചെല്ലാൻ കഴിയല്ല. നല്ലോണം ജാഗ്രത ആക്കണം എല്ലാവരും. അല്ലാഹു നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ. അല്ലാഹു ഞങ്ങളെ ഈമാന് പരീക്ഷിക്കാതിരിക്കട്ടെ. ഞങ്ങൾ എത്ര കണ്ട് മോശക്കാരാണെങ്കിലും അല്ലാഹുവിനെ മറന്നവരാണെങ്കിലും മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനുള്ള ബോളായി, ഫുട്ബോളായി അല്ലാഹു ഞങ്ങളെ മാറ്റാതിരിക്കട്ടെ. ഞങ്ങളെ പള്ളി മദ്രസകളും സ്ഥാപനങ്ങളൊക്കെയും അല്ലാഹു കാത്തു സലാമത്താക്കട്ടെ.
മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഏത് കാര്യം ചെയ്താലും ഈമാനില്ലാത്തവർക്ക് പോലും അല്ലാഹു തആല അതിന്റെ നേട്ടം കൊടുക്കും, കൂലി കൊടുക്കും. ദുനിയാവിൽ എങ്ങനെയും കൊടുക്കും, ആഖിറത്തിലും കൊടുക്കും എന്നാണ് ചില ഇമാമിങ്ങൾ പറഞ്ഞത്. അതാണ് മറ്റേ അബൂലഹബിന്റെ സംഭവം. ഇബ്നു അബ്ബാസ് തങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് സഹിഹ ഹദീസ് അല്ലേ? സഹിഹായ ഹദീസാണല്ലോ. എല്ലാ തിങ്കളാഴ്ചയും അയാൾക്ക് നരകത്തിലാണ് അയാൾ, എന്നാലും അയാൾക്ക് എല്ലാ തിങ്കളാഴ്ചയും സ്വർഗത്തിന്റെ പാനീയം, മധുരപാനീയം, സ്വർഗത്തിന്റെ സുഖം അല്ലാഹു തആല അയാൾക്ക് കൊടുക്കുന്നു, സ്വർഗത്തിന്റെ പാനീയം കുടിപ്പിക്കുന്നു. എന്താ കാരണം? അയാൾ നിസ്കരിച്ചിട്ട്, അയാൾ നോമ്പോക്കിട്ട്, അയാൾ ഞങ്ങളെ പോലെ ആടും നേർച്ചൊന്നും കൊടുത്തിട്ടില്ല, അയാൾ ഒരു നന്മ ചെയ്തിട്ടില്ല. അയാൾ ചെയ്തത് മുത്തുനബി തങ്ങളുമായിട്ടുള്ള ചെറിയൊരു പിരിശപ്പാട് കാട്ടി. മുത്തുനബി തങ്ങളായിട്ടുള്ള പിരിശപ്പാടല്ല, തന്റെ കുടുംബത്തിൽ ഒരു ആണുകിടാവ് ജനിച്ചു എന്നൊരു പിരിശപ്പാട്. ഞമ്മ കാണിക്കുന്ന പിരിശപ്പാട് മുത്തുനബി തങ്ങൾ എന്ന പിരിശപ്പാട്, ലോകത്തിന്റെ ഗുരുവായ ആ പിരിശപ്പാട്, ഹബീബായ നബി തങ്ങളാകുന്ന പിരിശപ്പാട്, ഞങ്ങളെ എല്ലാമായ നബിയോടുള്ള പിരിശപ്പാട്. അപ്പൊ പിന്നെ നമുക്ക് തരുന്ന നേട്ടം എന്തായിരിക്കും? അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മഹാന്മാർ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ ചെയ്ത ഏതൊരു അമലും കുല്ലു അമലി ഇബ്നു ആദമ ഇമ്മാ മഖ്ബൂലത്തുൻ വ ഇമ്മാ മർദൂദാ. മനുഷ്യർ ചെയ്യുന്ന ഏതൊരു അമലും ചിലപ്പോ തള്ളും, ചിലപ്പോ കൊള്ളും. നമ്മൾ ചെയ്യുന്ന ഏത് ഇബാദത്തും, നിസ്കാരമായാലും മറ്റ് ഏത് കർമ്മങ്ങളായാലും അതതിന്റെ മട്ടം പോലെയാണെങ്കിൽ, വിധിവിധാനങ്ങൾ അനുസരിച്ച് ആണെങ്കിൽ, ക്രമം പോലെയാണെങ്കിൽ അല്ലാഹു സ്വീകരിക്കാം, അല്ലെങ്കിൽ അല്ലാഹു തള്ളിക്കളയാം. ഇല്ല അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങളുടെ പേരിലുള്ള സലാത്ത് പഠിക്കുക. സലാത്ത് നിരുപാധികം സ്വീകരിക്കപ്പെടോ, അതിന് പ്രത്യേകമായ കണ്ടീഷനോ ഷർത്തുകളോ ഒന്നുമില്ല. അല്ലാഹ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട അമലാണ്. ലോകത്ത് എപ്പ തുടങ്ങി എന്ന് പറയാൻ പറ്റാത്ത ഒരമല് സലാത്തുൻ നബി. നിങ്ങൾ മുണ്ടുന്നേയില്ല. ലോകത്ത് എപ്പ തുടങ്ങി എന്ന് ചോദിച്ചാൽ, ഒരു തുടങ്ങിയ ഡേറ്റ് പറയപ്പെടാൻ കഴിയാത്ത ഒരേ ഒരു അമല് മുത്തുനബി തങ്ങളെ പേരിലുള്ള സലാത്താണ്. നിസ്കാരം തുടങ്ങിയതിന് ഡേറ്റ് ഉണ്ട്, നോമ്പുണ്ടായതിന് ഡേറ്റ് ഉണ്ട്, ഖുർആനോത്ത് തുടങ്ങിയതിന് ഡേറ്റ് ഉണ്ട്, ദാനധർമ്മം തുടങ്ങിയതിന് ഡേറ്റ് ഉണ്ട്, ഹജ്ജ് ഉംറ തുടങ്ങിയതിന് ഡേറ്റ് ഉണ്ട്, എല്ലാ നന്മകളും തുടങ്ങിയതിന് ഒരു സമയമുണ്ട്. ഇല്ലേ? എല്ലാത്തിനും ടൈമുണ്ട്. ഹജ്ജപ്പ തുടങ്ങിയ ഹജ്ജ് ഉസ്താദ് റസൂലുള്ളാഹി തങ്ങൾ വന്നിട്ട് പഠിപ്പിച്ചപ്പോ തുടങ്ങി അല്ല. ഹജ്ജ് അത് നമ്മളെ ഹജ്ജിന്റെ ആ ഒരു സ്റ്റൈൽ വേറെ. ഹജ്ജ് എന്ന കാര്യം മുന്നേ ഉണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശാലമായ ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് നടന്നു പോയിട്ട് 40 ഹജ്ജ് ചെയ്തു എന്ന ഹദീസിലുണ്ട്. ഹജ്ജ ആദമു മാഷിയം മിനൽ ഹിന്ദി 40 ഹജ്ജ. മനസ്സിലാവുന്നില്ല? തിരിഞ്ഞിട്ട ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്നിട്ട് നടന്നു പോയിട്ട് ആദം നബി അലൈഹി സ്വലാം 40 ഹജ്ജ് ചെയ്തു. ഏതായാലും അന്ന് മുതലാണ് തുടങ്ങിയത്, അല്ലെങ്കിൽ അതിന്റെ അപ്പുറം മലായികത്യങ്ങൾ ഉണ്ടായത് മുതലാണ് തുടങ്ങിയത്. ഏതായാലും ഒരു ടൈം പറയാം. ഇനി അമലുകളെല്ലാം അവസാനിക്കുന്നതിനും ഒരു ടൈം പറയാം. എന്നാൽ തുടക്കം എന്ന് പറയപ്പെടാൻ കഴിയാത്ത അമല് സലാത്തു റസൂലില്ലാഹ്. അത് അള്ളയാണ് ചൊല്ലണത്, അല്ലപ്പ തുടങ്ങി എന്ന് പറയാൻ കഴിയില്ല. അത് അവസാനിക്കാത്ത അമല് മുത്തുനബി തങ്ങളെ പേരിലുള്ള സലാത്ത് അല്ലാഹു ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു, അതിനവസാനമില്ല. എല്ലാം കൊണ്ട് വ്യത്യസ്തപ്പെട്ട അമലാണ് സലാത്ത് ചൊല്ലുന്നവന്. എത്രയോ നേട്ടങ്ങളുണ്ട്, വിശദീകരിച്ച് പറയാൻ ഇവിടെ സമയമില്ല. അവന്റെ ദുആക്ക് ഇജാബത്തുണ്ട്, അവന്റെ നാവിന് ഫലമുണ്ട്. സ്വലാത്ത് ചൊല്ലുന്നവന്റെ നാവിന് പ്രത്യേകമായ ബർക്കത്തും കറാമത്തുമുണ്ട്. ബാക്കിയുള്ള ദിക്റെല്ലാം ചൊല്ലണോ? എല്ലാ ദിക്റും ചെല്ലാൻ സമയം കിട്ടിയില്ലെങ്കിലും സലാത്ത് എപ്പോഴും ചൊല്ലണം. പ്രത്യേക ഒരു ഉളൂ വേണ്ട. ഒരു ദിക്റിന് ഉളൂ സുന്നത്തുണ്ട്. എന്നാലും ചില പെണ്ണുങ്ങൾക്കെല്ലാം ചോറ് ഈ കണ്ട മസാല എല്ലാം പറയലും ചോറ്. എനക്ക് സലാത്തി ചെല്ലാൻ കയ്യാല, എന്തേ എനക്കിപ്പോ ടൈം ശരിയില്ല. നിങ്ങക്ക് മനസ്സിലായാന്തോ? എന്തു മനസ്സിലാകുന്നില്ലേ? എനിക്കിപ്പോ കുളിന്റെ ടൈം, എനിക്ക് കുളി നിർബന്ധമായ ടൈമാണ്. എനിക്കിപ്പോ സലാത്തൊന്നും ചെല്ല. സലാത്തിന് അങ്ങനെ ഒന്നും ഇല്ലമ്മ. സലാത്ത് എപ്പോഴും ചെല്ല. സലാത്തിന് കുളിയിൽ നിന്ന് വെടിപ്പാവിന് സുന്നത്തുണ്ട്. എന്നാ
എന്നാലും കുളിച്ചിരിക്കണമെന്ന് നിർബന്ധമില്ല. ഒലിയാ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കണമെന്നുള്ള കണ്ടീഷൻ സലാത്തിനില്ല. മുത്തുനബി തങ്ങളെ പേരിലുള്ള സലാത്ത് ഭക്തിയോടെ ആദരവോടെ നല്ല മനസ്സോടെ എപ്പോഴും ചൊല്ലിക്കോ. അത് പതിവാക്കുന്നവന് വളരെ 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 വളരെയേറെ നേട്ടങ്ങളുണ്ട്. ദുനിയാവിലുണ്ട്, ആഖിറത്തിലുണ്ട്. മുത്തുനബി തങ്ങൾ പറഞ്ഞല്ലോ, മന്നസിയ സലാത്ത് അലൈഹി നസിയ ത്വരീഖൽ ജന്ന. എന്റെ സ്വലാത്ത് ഒരാൾ മറന്നുപോയാൽ അവന് സ്വർഗം മറക്കും കേട്ടോ, സ്വർഗത്തിന്റെ വഴിയും മറന്നുപോകും കേട്ടോ. ഹബീബുനാ റസൂലുള്ളാഹ് ചൊല്ല്, ഹബീബുനാ റസൂലുള്ളാഹ്. മുത്തുനബി തങ്ങളെ സ്വലാത്ത് മറന്നുപോയാൽ സ്വർഗത്തിന്റെ വഴി നമുക്ക് മറന്നുപോകുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇന്നാ ഉലൻ നാസി ബി യൗമൽ ഖിയാമ അക്തറുഹും അലയ്യ സ്വലാത്ത്. നാളെ ഖിയാമത്ത് നാളിൽ ഞാനുമായിട്ട് നല്ല ബന്ധമുള്ളയാള്, ഞാനുമായിട്ട് നല്ല കോണ്ടാക്ട് ഉള്ളയാള്, ഞാനുമായിട്ട് കൂടുതൽ അടുപ്പമുള്ളയാള്, നാളെ പരലോകത്ത് എന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നയാള് അക്തറുഹും അലയ്യ സ്വലാത്ത്. എന്റെ മേലെ നല്ലോണം ധാരാളം സലാത്ത് ചൊല്ലുന്നവനാണ്. ഖാല റസൂലുള്ളാഹ്. നല്ലോണം ചൊല്ലണോ സലാത്തിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാല് ചെറിയ മജ്ലിസ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അബൂലഹബ് തബ്ബത് യദാ അബീ ലഹബ്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ശപിക്കപ്പെട്ട ഒരേ ഒരു ഫാമിലി, വിത്ത് ഫാമിലി അടക്കം ശപിക്കപ്പെട്ട കുടുംബം ഒരാളേ ഉള്ളൂ. നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സ്വീകരിച്ചപ്പോൾ മകനെയാണ് അല്ലാഹു എതിർത്തത്, ഭാര്യനെ. ലൂത്ത് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സ്വീകരിച്ചപ്പോൾ ഭാര്യനെ അല്ലാഹു ഒഴിവാക്കി. മറിയമ ആസിയ ബീബിനെ അല്ലാഹു സ്വീകരിച്ചപ്പോൾ ഭർത്താവിനെ അല്ലാഹു ഒഴിവാക്കി. ഇല്ലേ? എന്നാൽ ഭാര്യനെയും ഭർത്താവിനെയും അല്ലാഹു ശപിച്ച ഒരു ഫാമിലി, അത് ഖുർആനിൽ ഒറ്റ കുടുംബമേ ഉള്ളൂ. അതാണ് അബൂലഹബിന്റെ ഫാമിലി. ഉംറഅതുഹു ഹമ്മാലത്ത്, വിത്ത് ഫാമിലി അടക്കം അല്ലാഹു ശപിച്ച കുടുംബം, അതാണ് അബൂലഹബ്. ആ അബൂലഹബിന് പോലും എല്ലോ നരകത്തില് ഈമാനില്ല, നരകത്തില്. എന്നാലും എല്ലാ തിങ്കളാഴ്ചയും അയാൾക്ക് സ്വർഗത്തിന്റെ പാനീയമുണ്ട്, സ്വർഗത്തിന്റെ സുഖം അല്ലാഹു അയാൾക്ക് കൊടുക്കുന്നുണ്ട്. കാരണം നബി തങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്ത പ്രവർത്തനവുമാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ ഉമ്മ, തിരിച്ചപ്പെട്ട പെങ്ങള്, തിരിച്ചപ്പെട്ട മുസ്ലിം, നബി തങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അമലാണ് സ്വലാത്തിന്റെ മജ്ലിസ്. നമ്മൾ ചെയ്യുന്ന ആരാധനകളുടെ കൂട്ടത്തിലെ ഇബാദത്തിന്റെ കൂട്ടത്തില് ഏറ്റവും വലിയ ഇബാദത്താണ് സ്വലാത്ത്. കണ്ണടച്ചിട്ട് അല്ലാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ള ഇബാദത്താണ് സ്വലാത്ത്. ബാക്കിയെല്ലാം രണ്ടു വട്ടം അല്ലാഹു ആലോചിക്കും. സ്വീകരിക്കണ വേണ്ടേ, ഓന്റെ നിയ്യത്ത് കറക്റ്റ് ആയിനായില്ലേ, അല്ലാഹു നോക്കും, നോക്കിയിട്ടേക്ക് പോലിയോ ഇല്ല സ്വലാത്ത് ഒഴികെ. മഹാന്മാരായ ഇമാമിങ്ങളൊക്കെ പറഞ്ഞതാണ്. സഅദത്തുദ്ദാറീൻ പോലെയുള്ള കിതാബുകളില്, ഇമാം ഇബ്നുൽ ഖയ്യിമുൽ ജൗസി തങ്ങൾ മസാലിക്കുൽ ഹുനഫ പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിച്ച് അല്ലാഹു തആല ധാരാളം സലാത്ത് ചെല്ലാനുള്ള വലിയ ലദ്ദത്തും അതിനോടുള്ള തൗഫീഖും അല്ലാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. അല്ലാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. ആ നാവിന് ബർക്കത്തുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സലാത്ത് എപ്പോഴും ചെല്ലുന്ന നാവില്ലേ, അതിന്റെ ഒരു പവർ തന്നെ വേറെ. ആ നാവിൽ ചെല്ലിയ പോലെ. അല്ലോ ഉസ്താദ്, അമാരം ഉഷപ്പിച്ചെങ്കില് സലാത്ത് ചെല്ലാനുള്ള നാവുള്ള ഒരു ചങ്ങായി ശപ്പിക്കോ? അവൻ എന്ത് സലാത്ത് ചെല്ലണോ? ഏത് സലാത്ത് ചെല്ലണോ? അങ്ങനെയുള്ള മനസ്സുള്ളവനൊന്നും അല്ലാഹു ഇങ്ങനെയുള്ള മനസ്സൊന്നും കൊടുക്കാല. ഈ കൽബ് നേരെ ശപ്പിക്കുക എന്നത് മുഅ്മിന്റെ സ്വഭാവമല്ല. ഒരു മുഅ്മിൻ ശപ്പിക്കില്ല എന്ന് ഖാല റസൂലുള്ളാഹി. ചില മനുഷ്യന്മാരെ ബായിൽ ശാപന്നല്ലേ, പ്രത്യേകിച്ച് പെണ്ണുങ്ങ. തിരുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഔട്ട് ഓഫ് റേഞ്ചിലാണ് അല്ലേ? ഇവിടെ മുപ്പാട്ടെ ഡ്രൈവർ പറയുന്നില്ല എന്നോട് ഫുൾ റേഞ്ച് ചെയ്യില്ല, നിങ്ങൾ ഔട്ട് ഓഫ് റേഞ്ചിലായി തോന്നുന്നു. ഖാല റസൂലുള്ളാഹി. ഞാൻ പറഞ്ഞു നിങ്ങൾ ഔട്ട് ഓഫ് റേഞ്ചിൽ തന്നെ, പിന്നെയും കുറച്ച് റേഞ്ചുള്ള സ്റ്റേജിൽ. ഞാൻ എന്ത് പറഞ്ഞേ? അല്ല, ഞങ്ങൾക്ക് മറന്നു അങ്ങനെ കാര്യത്തിൽ, തമാശ അല്ല. എന്ത് ശപിക്കല? ഒരു മുഅ്മിനെ ശപിക്കാൻ പാടില്ല. ഒരു മുഅ്മിന്റെ വായിന്ന് ശാപം വരാൻ പാടില്ല.
ശാപം വെക്കുന്ന കൂട്ടരാകാൻ പാടില്ല. പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞല്ല എനിക്ക് അല്ലാഹു സ്വർഗം കാണിച്ചോ നരകം കാണിച്ചോ. അത്ലഅതു വന്നാറ ഫറഅയ്തു അക്ഫറ അഹ്ലിഹാ അന്നിസാ. കത്തിയാളുന്ന നരകം ഞാൻ കണ്ടോ, ഭീകരമായ നരകം എനിക്ക് കാണിക്കപ്പെട്ടോ. ആ നരകം എനിക്ക് കാണിക്കപ്പെട്ട നേരം ആ നരകത്തിലേറെയും ഞാൻ കണ്ടത് പെണ്ണുങ്ങളെയാണ്. എന്റെ പെണ്ണുങ്ങൾ നിസ്കരിച്ചിട്ട് ഒരു കണക്കിന് ആണുങ്ങളെ കാട്ടിയേറെ നിസ്കരിക്കുന്നത് പെണ്ണുങ്ങ. എന്റെ പെണ്ണുങ്ങൾ ഖുർആൻ ഓതിയിട്ട് ഒരു കണക്കിന് ആണുങ്ങളെക്കാളേറെ ഖുർആൻ ഓതുന്നത് പെണ്ണുങ്ങ. എന്റെ പെണ്ണുങ്ങൾ വയല് കേട്ടിട്ട് ആണുങ്ങളെക്കാളേറെ വയല് കേൾക്കാൻ വേണ്ടി പോണതും പെണ്ണുങ്ങ. എന്നിട്ട് എന്റെ നരകത്തിൽ അവർ കൂടി. എന്റെ നരകത്തിൽ അവർ കൂടിയ നരകത്തിൽ എന്റെ അവിടെ സംവരണാക്കിയ സ്ത്രീ സംവരണം, മഹിളാ മീസലാത്തി നരകത്തിലും ഉണ്ടോ? സംവരണം ഏർപ്പെടുത്തിയതല്ലാട്. പിന്നെയോ അവര് 2 തെറ്റ് ചെയ്യുന്ന വിഷയത്തിൽ, പെണ്ണുങ്ങൾ 2 തെറ്റ് ചെയ്യുന്ന വിഷയത്തിൽ ആണുങ്ങളെക്കാരും ഓവറ. ആണുങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല, നീ അങ്ങനെ നീ ദമ്മു പിടിക്കാൻ നിൽക്കണ്ട. ഞാൻ കൊള്ളും ചറിച്ചിട്ട് നീയും കൊള്ളേല. ആണുങ്ങൾക്കുണ്ട് ആ സ്വഭാവം. ആണുങ്ങളെക്കാളേറെ ആ സ്വഭാവം കാണിക്കുന്നത് പെണ്ണുങ്ങൾ. ഏതാണത്? ഇന്നഹുന്ന മുത്തുനബി തങ്ങൾ പറഞ്ഞല്ല, പെണ്ണുങ്ങളെ ശാപത്തെ അധികരിപ്പിക്കുന്നു. എന്തിനും അവരെ ബായിലെ ശാപം കൂടുതലാണ്, ശാപവാക്കുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മറ്റുള്ള എല്ലാ അമലുകളും ആ ഒരു ദുസ്വഭാവം കാരണമായി, ശാപവർദ്ധനവ് കാരണമായി അല്ലാഹു പൊളിച്ചു കളഞ്ഞു. അവർ നരകത്തിലായി. എന്തിനും ശാപം നിങ്ങൾ എന്നെ നോക്കൂ. എന്തിനും ശാപം വെക്കുന്നു പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല, അവഹേളിച്ചതല്ല. സത്യത്തിൽ നിങ്ങൾ നല്ലവരാണ്. ഈ ഒരു പണിയെടുത്തിട്ട് നിങ്ങൾ മോശക്കാരാകരുത്, നിങ്ങൾ നരകത്തില് പോകരുത്. നിങ്ങൾ നിസ്കരിച്ച നിസ്കാരവും മറ്റു കർമ്മങ്ങളും വെറുതെ ആക്കരുത്. നിങ്ങളെ നരകത്തില് കൂടാനുള്ള കാരണം നിങ്ങളെ നിസ്കാരത്തിന്റെ കുറവല്ല, മറ്റു അമലുകളുടെ കമ്മിയല്ല, സ്വതക്ക കൊടുക്കാത്തതല്ല, നിങ്ങളെ ശാപം കൂടിയതാണ്. അല്ലേ? പെണ്ണുങ്ങളെ വായിൽ എപ്പോഴും ശാപം അല്ല അധികവും. കരണ്ട് പോയെങ്കിൽ മലാപത്തിന്റെ കരണ്ട് ഷാഗ് മണ്ണ് അടിഞ്ഞിട്ട് പോവാൻ സീരിയൽ നോക്കുന്നുണ്ടായിന്. കേബിള് കട്ടായി ചത്തത് ഓന്റെ ഉലുപത്തിന്റെ കേബിള് കട്ടായിട്ട് പോവാൻ. കട്ടായി നാളുണ്ടാവും അയാൾക്ക്. ഒരു നല്ലൊരു കാറ്റടിച്ചിട്ടാകുമ്പോ കറണ്ട് ഒന്ന് മിന്നി അപ്പുറപ്പുറ ഷാവിന്റെ കാറ്റടിക്കാതെ പോവാൻ. കാറ്റടിക്കാതെ പോയി പഞ്ഞി എല്ലാവർക്കും വെക്കണ്ടേ മൂക്കിലേക്ക്. ചുരുക്കത്തിൽ എന്തുമില്ല, ഒരു ശാപം. പോട്ടെ ഇരിക്കട്ടെ. കറി കുറെ നേരായി അടുപ്പത്ത് തിളക്കണു. കുറെ നേരായി അതിന്റെ ഇടയ്ക്ക് ഗ്യാസ് തീരാനുമായിന്. ഈ സമയത്താണ് ഈ കറി പിന്നെയും തിളക്കണില്ല. ഇതിങ്ങനെ ഇളക്കി മറിച്ച് നോക്കി കുറെ ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ തവാഫെല്ലാം ആക്കി, എന്നിട്ട് തിളക്കണ കാണുന്നില്ല. അപ്പൊ ഈ പെണ്ണ് വന്നിട്ട് ഷായിന്റെ കറി തിളക്കാതെ പോവാൻ. തിളക്കണമെന്ന് അറിഞ്ഞിട്ടാണ് കാത്തിട്ടുള്ളത്. എന്നിട്ട് പറയുന്നത് തിളക്കാതെ പോവാൻ. ഷാപ്പ് വെറുതെ ഇരിക്കട്ടെ. അതാണ് ഇന്നഹുന്ന മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, അവരെ ബായിൽ ശാപം എപ്പോഴും ഉണ്ട്. എന്തിനും ആണുങ്ങ ശപിക്കുന്നില്ലേ? പിന്നെ ഓരോ വായിലും ഉണ്ട്, ഇല്ലാന്നൊന്നും ഇല്ല. നീ വല്ല വമ്പനൊന്നും വേണ്ട, പാടില്ലാതെ. أطلعت والجنة فرأيت أكثر أهلها الرجال وأطلعت والنار فرأيت أكثر أهلها النساء. 2 തെറ്റാണ് പെണ്ണുങ്ങൾ കൂടുതൽ ചെയ്യണത്. ഒന്ന് ശാപം അധികരിപ്പിക്കുന്നു, മറ്റൊന്ന് ഭർത്താവിനോട് നന്ദികേടിന്റെ വാക്ക് എപ്പോഴും പറയുന്നു. അപ്പൊ ഭാര്യമാരോട് മാപ്പിളമാർ നന്ദി കേട്ട വാക്ക് ചെല്ലുണ്ട്. നീ വെക്കുന്ന കറി എപ്പോഴും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ. ഇന്നാലെ ചങ്ങായി കറി കൂട്ടിയ കൂട്ടല് പൊക്കളടക്കം പിരിഞ്ഞു. എന്നിട്ട് ഇന്ന് ചെല്ലേന്തു സാർ, ഇന്നോ ചെല്ലേന്തോളം നോക്കിയിട്ട് നിന്റെ കറി എപ്പോഴും ഇങ്ങനെ. നന്ദി കേട്ട വാക്കാണത്, പക്ഷെ അത് എപ്പോഴും പറയലില്ല, എപ്പം ഒരിക്കോ. ഈ പെണ്ണങ്ങനെയല്ല.
നിന്റെ ഒരു നന്മയും ഞാൻ കാണുന്നില്ല. നിങ്ങൾ ഇന്ന് മുന്നേ ആക്കീന, നിങ്ങൾ എന്തൊന്നും കൊണ്ടുവന്നില്ല. ഏണ്ട് പാലേണ്ട് മറന്നല്ലേ ഞാൻ, നിങ്ങൾ ഇന്ന് മുന്നേ കൊണ്ടുവന്നിന. ഇന്നലെ മുന്നേ നല്ല മൂക്കൊറ്റ വരെ വേന്തീന് ഇനിയിപ്പോയിക്കാൻ മറന്നിട്ടാകുമ്പോ ചില വാക്ക് കണ്ട വെറും നന്ദി കേടിന്റെ വാക്ക്. പലതും പലതും പലതും. അള്ളാഹു ഞങ്ങളെ നന്നാക്കട്ടെ. ഞങ്ങളെ ഉമ്മ പങ്ങന്മാരെ ഭാര്യ മണ്ണ് മക്കളെ ഞങ്ങളെയും അള്ളാഹു സലാമത്താക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്വലാത്ത് എപ്പോഴും ഞങ്ങളെ വായില് വേണം. നടക്കുമ്പോ ഇരിക്കുമ്പോ ഏത് നേരത്തും ഉമ്മ, അടുക്കളയിലുള്ള നേരം, തുണി കഴുകുന്ന നേരം, ഏത് സമയത്തും നിന്റെ മനസ്സൊന്ന് മുത്തുനബി തങ്ങളെ ഹളറാക്കിയിട്ട് മദീനയെ ഒന്ന് കണ്ടിട്ടാൽ സലാത്ത് ചൊല്ലിക്കോ. അളവറ്റ പ്രതിഫലമാണ്, എന്നെയാൽ തീരാത്ത പ്രതിഫലമാണ്. അതിലൊന്ന് അവളെ അല്ലെങ്കിൽ അവന്റെ നാവിന് പ്രത്യേകമായ പവറുണ്ടാവും. സലാത്ത് ചെല്ലുന്നവന്റെ നാവിന് പ്രത്യേകമായ പവറുണ്ടാവും. ആ നാവില് ചില്ല പോലെ ഉണ്ടാവും. അതിനൊരു കറാമത്ത് അല്ലാഹു വേറെ തന്നെ കൊടുക്കും. മഹാനായ ഇമാം ജസൂലി, ഇമാം സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു